എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ രേണു സുധി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. അവർ നിരന്തരം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് അവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിട്ടത്. അത് നമ്മൾ ലാലേട്ടനൊക്കെ പറഞ്ഞു, നമ്മൾ പിന്നെ ലൈവ് കണ്ടു ഒക്കെ നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. കാരണം ചെന്ന ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നിരന്തരം പോണം എന്നുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളായിരുന്നു അവർക്ക്. കാരണം തലയുടെ ബുദ്ധിമുട്ടും, അതായത് തലമുടിയുടെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടും, പെയിനിന്റെ പ്രശ്നം വെച്ചിട്ടും, തലവേദന, പിന്നെ അവർക്ക് ഫിസിക്കലി അവരെ കൊണ്ട് പറ്റുന്നില്ല, മെന്റലി ഒട്ടും പറ്റുന്നില്ല. അങ്ങനെയാണ് അവർ പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ പുറത്തു പോയി എല്ലാ ബിഗ് ബോസ് മത്സരാർത്ഥികളും വീട്ടിനകത്ത് നിന്നും പുറത്തേക്ക് പോയി കഴിയുമ്പോൾ അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് ഇന്റർവ്യൂസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ പല ഇന്റർവ്യൂകളും പലരെ കുറിച്ചിട്ടും വന്നിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഞാൻ ഇതുവരെയും വീഡിയോ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഈ പുള്ളിക്കാരത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്ന ഐശ്വര്യ എന്ന് പറയുന്ന ആ ഒരു അവതാരികയോട് ചിലത് എനിക്കും ചോദിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ഐശ്വര്യ ചോദിക്കുന്നത് എന്താണെന്ന് ആദ്യം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. എന്തായിരിക്കും ചേച്ചിക്ക് പറയാനുണ്ടാവുക? ഇപ്പൊ ഐശ്വര്യ ചോദിച്ചത്, അങ്ങനെ സൂചിച്ചേട്ടൻ മുന്നേ വന്നിരുവാണെങ്കിൽ എനിക്കൊരു വലിയൊരു കാര്യം പറയാനുണ്ട് സൂചിച്ചേട്ടൻ്റെ അടുത്ത്. അത് അപ്പോൾ എനിക്ക് ഐശ്വര്യയോട് ചോദിക്കാനുള്ളത്, എൻ്റെ ഐശ്വര്യയെ, നിങ്ങളുടെ ജോലി തന്നെയാണ് ഈ ഒരു ആങ്കറിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇന്റർവ്യൂ ചെയ്തത്. അപ്പോൾ അതിലൊന്നും ഒരു തെറ്റും പറയാനില്ല. പക്ഷെ എന്ന് കരുതി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് മയത്തിനുള്ളത് ചോദിച്ചുകൂടെ? എന്നാൽ ചോദിക്കും, ഐശ്വര്യ എന്താ രേണുവിനെ തെറി വിളിച്ചോ എന്ന് ചോദിക്കും. രേണു സുധിയെ നിങ്ങൾ തെറിയും ഒന്നും വിളിച്ചിട്ടില്ല. പക്ഷേ തെറി വിളിച്ചിരുന്നെങ്കിലും വേണ്ടില്ല. എന്തിനാണ് വെറുതെ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ പലരും ചോദിച്ച് നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. സുധിച്ചേട്ടൻ നേരിട്ട് മുന്നിൽ വരികയാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക, പറയുക എന്നൊക്കെ. എന്തിനാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് പോകുന്നത്? രേണു സുധിയെ സംബന്ധിച്ചിടത്തോളം ഗോസിപ്പുകളും ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് നല്ലപ്പോഴൊന്നും അല്ല. പക്ഷേ ഈ ഒരു ചോദ്യം തന്നെ രേണുവിനോട് പലരും ചോദിച്ചു കേട്ടിട്ടുള്ളതാണ്. അവർ ഈ മറുപടി തന്നെ അവർക്ക് കൊടുത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് ലോജിക്കൊക്കെ വേണ്ടേ? ഇപ്പോൾ ഈ പറയുന്ന ഐശ്വര്യ വിവാഹം കഴിഞ്ഞ സ്ത്രീ ആണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ മേലാൽ ഈ ഒരു പെൺകുട്ടിയോടും വിവാഹം കഴിഞ്ഞ് മരണപ്പെട്ട ഭർത്താവ് ജീവനോടെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചോദിക്കുക എന്ന് ദയവ് ചെയ്ത് ചോദിക്കാനായിട്ട് പോവരുത്. കാരണം ഈ കൊച്ചിന് വിവാഹം കഴിഞ്ഞു എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് വലിയൊരു എന്താണ് റോങ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. അത് മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, അതും പ്രത്യേകിച്ചും ഭർത്താവ് തിരികെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങൾ ചോദിക്കുക എന്നൊക്കെയുള്ള ചോദ്യം ചോദിക്കാൻ മാത്രം താൻ ഇത്രയേറെ അധപ്പതിച്ചു പോയോ? തീരെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത കുട്ടിയൊന്നും അല്ലല്ലോ. വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ കുഴപ്പമാണോ നിങ്ങൾക്കൊക്കെ? എന്തെല്ലാം ചോദ്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങളുടെ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾക്ക് വളർത്താൻ താല്പര്യം? കുഞ്ഞുങ്ങളെ ഏത് രീതിയിൽ കെയർ ചെയ്യണം? അല്ലെങ്കിൽ ബിഗ് ബോസിനുള്ളിൽ നിന്നപ്പോൾ എന്ത് തോന്നി? ഇവിടെ നിന്ന് നല്ല ആക്റ്റീവായിട്ട് പോയിരുന്ന ആള്, നെഗറ്റീവിൽ കുളിച്ച് പോയിരുന്ന ആള് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം അവരോട്. അവരുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കാം, അവരുടെ ഭാവി പരിപാടിയെ കുറിച്ച് ചോദിക്കാം. നിങ്ങൾക്ക് ബിഗ് ബോസിൽ നിന്നിട്ട് നേരത്തെ ക്വിറ്റ് ചെയ്ത് ഇറങ്ങി വന്നതുകൊണ്ട്, അല്ലെങ്കിൽ നേരത്തെ നിങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരം നിങ്ങളെ പറഞ്ഞു വിട്ടത് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരുന്ന തുക അവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടിയോ എന്ന് ചോദിക്കാം. ഈ കിട്ടിയ പൈസ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കാം. ഭാവി പരിപാടിയെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. മരണപ്പെട്ടു പോയ മനുഷ്യൻ നേരിട്ട് മുന്നിൽ വന്നാൽ എന്തായിരിക്കും ചോദിക്കുക എന്നുള്ള ചോദ്യം ചോദിക്കാൻ മാത്രം ഇത്രയധികം അധപ്പതിച്ചു പോയോ കൊച്ചെ? നീ അധപ്പതിച്ചു പോയോ? ഞാൻ ഇത് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള വൃത്തികെട്ട ചോദ്യങ്ങൾ ഇനിയെങ്കിലും മേലാൽ ആരോടും ചോദിക്കാതിരിക്കുക. ഇത്തിരിയെങ്കിലും സംസ്കാരമുണ്ടെങ്കിൽ ഒന്ന് തലച്ചോറ് വെച്ചിട്ടൊന്ന് ചിന്തിക്കുക. അല്ലാണ്ട് കണ്ടന്റിന് വേണ്ടിയിട്ട് എന്ത് ഊളത്തരവും വിളിച്ച് പറയാതിരിക്കുക. രേണു സുധിയുടെ PR ഒന്നും അല്ല ഞാൻ ഒരുപാട് രേണു സുധി വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുള്ള വ്യക്തി തന്നെയാണ്. ഇനിയും ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയുന്നുമില്ല. ചെയ്യേണ്ടി വന്നാൽ ചെയ്യും എന്ന് കരുതിയിട്ട് അവരെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയല്ല ഞാൻ. പക്ഷേ കാണിക്കുന്ന സമൂഹത്തിന് മുന്നിൽ, അത് രേണുസുധി ആയാലും അനുമോളായാലും ബിന്നി ആയാലും ലാലേട്ടനായാലും ആരായാലും, സമൂഹത്തിൽ കാണിക്കുന്ന നെറുകേട് വല്ലതും ഉണ്ടെങ്കിൽ തുറന്ന് പറയുക തന്നെ ചെയ്യും. അതെന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷെ എന്ന് കരുതി മരണപ്പെട്ടു പോയ ഒരു മനുഷ്യൻ നേരിട്ട് വന്നു കഴിഞ്ഞാൽ, അതും അവരുടെ ഭർത്താവാണ്,
സമൂഹത്തുള്ളവർ ഈ പറയുന്ന പുള്ളിക്കാരി അവരുടെ ഭർത്താവിനെ എത്ര സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവരുടെ ഭർത്താവിനെ പറ്റിയിട്ട് ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തിന്റെ കൂടെ കിടന്നിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു സ്നേഹം ഉള്ളിന്റെ ഉള്ളിൽ കാണാതിരിക്കില്ല. ഇനി അഥവാ രേണുസുതിക്ക് ഭർത്താവിനെ എത്ര ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഒരു ഔചിത്യ മര്യാദയൊക്കെ കാണിക്കണ്ടേ? എന്തായാലും എനിക്ക് ഈ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ചോദ്യത്തിന് നേരെ റിയാക്ട് ചെയ്തത്. എന്നെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, എനിക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ എന്ന് കരുതി എന്റെ വാ മൂടിക്കെട്ടാന്ന് ആരും കരുതണ്ട. അങ്ങനെ പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് ഗർജിച്ച് കഴിഞ്ഞാൽ ഉടനെ വായ മൂടിക്കെട്ടി തിരിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അല്ല ഞാൻ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.